ഞാൻ വന്നപ്പോഴേ ഇത് പ്രതീക്ഷിച്ചു. ഇത്രയും അടുത്ത ലാലേട്ടനെ കാണുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി, അബ്രാം ഖുറേഷി, എല്ലാ ക്യാരക്ടേഴ്സും ഇങ്ങനെ if you can touch me I'm ice cold now. I don't know what I'm speaking. Absolute fangirl moment. അപ്പോൾ അബ്രാം ഖുറേഷിനെ കാണാൻ, സ്റ്റീഫൻ നെടുമ്പള്ളിനെ നമ്മൾ കാണാനായിട്ട് ഇനി ഏകദേശം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എല്ലാവരോടും എന്താണ് ലാലേട്ടനെ പറയാനുള്ളത്? ഓ ചെയ്യും. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഒരു വാം വെൽക്കം. ഇതിലേക്ക് ഈ ഒരു ചെറിയ ചടങ്ങിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം. എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിനുമുമ്പ് എനിക്ക് പറയാനുള്ളൊരു വലിയ നന്ദിയാണ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. കാര്യം സാധാരണ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതൊരു വളരെ സക്സസ്ഫുള്ളായി മാറിക്കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പേരോട് നന്ദി പറയും. പക്ഷെ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരോട് നമുക്ക് നന്ദി പറയാൻ സാധിക്കുന്നു. അതിലേറ്റവും ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രേക്ഷകരോടാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരോട് നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയണം. താങ്ക് യു സോ മച്ച്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ ഈ സിനിമയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു അത്ഭുതമായി മാറിയിരിക്കുകയാണ്. ആന്റണി പറഞ്ഞ പോലെ ഇതൊരു സ്വപ്നമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മളൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് ഏറ്റവും വലിയ ഹിറ്റായി മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സിനിമകൾ തുടങ്ങുന്നത്. ഞാൻ സിനിമയിൽ വന്നിട്ട് 47 വർഷമായി. ഗോപാലേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് സിനിമ മാത്രമേ അറിയുള്ളൂ. ഞാൻ സിനിമയിൽ തന്നെയാണ് വളർന്നത്. കാര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമ മേഖലയിലേക്ക് വന്നു. പക്ഷെ എനിക്ക് ഒരുപാട് പേരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് ഏറ്റവും വലിയ ആക്ടേഴ്സ്, നസീർ സാറായാലും മധു സാറായാലും തിക്കുറിശി സാർ, എസ് പി പിള്ള സാർ, നെടുമുടി വേണുചേട്ടൻ, ഒരുപാട് പേരുടെ, സുഖമായിട്ട് അല്ലെങ്കിൽ ഞാൻ ജയൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി രൂപിച്ചിട്ടുണ്ട്. തമിഴിലാണെങ്കിൽ ശിവാജി ഗണേശൻ സാർ, അമിതാഭ് ബച്ചൻ സാർ, നാഗേശ്വർ റാവു സാർ, രാജ്കുമാർ സാർ, ഒത്തിരി പേരുടെ ഒരു അനുഗ്രഹത്തോടു കൂടി വന്ന ഒരാളാണ് ഞാൻ. അപ്പം അവരുടെയൊക്കെ ചിട്ടയായ ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് സിനിമ അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല, ഇനിയിപ്പോൾ ചിന്തിക്കാനുള്ള സമയവുമില്ല. എന്തായാലും ഞങ്ങൾ കുറേ സിനിമകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കാലം മുമ്പ് നമ്മൾ കലാപാനി എന്നൊരു സിനിമ എടുത്തു. അത് പാൻ ഇന്ത്യൻ അങ്ങനെ ഒന്നും പറയുന്ന ഒരു വാക്കോ കാര്യങ്ങളോ ഇല്ല. മലയാള സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുക എന്ന് പറയുന്ന അത്ഭുതമായിരുന്നു.